പൃഥ്വിരാജിനെ സംഘം വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിരിക്കുകയാണ്. കാര്യമായ രീതിയിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആവുന്നത്ര പണികൾ പൃഥ്വിക്ക് കൊടുക്കാറുമുണ്ട് ഈ സംഘം. ഇപ്പോൾ എമ്പുരാൻ കൂടി റിലീസ് ആയതോടെ മുൻപ് പൃഥ്വിരാജിനെതിരെ ചെയ്തതിനേക്കാൾ വീണ്ടും കടുത്ത രീതിയിൽ വിമർശനമായി വന്നിരിക്കുകയാണ് RSS. അതിൽ തന്നെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയാണ്. ദേശവിരുദ്ധ ശബ്ദമെന്നാണ് ഓർഗനൈസർ ആവർത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ പേരുകേട്ട ആളാണ് പൃഥ്വി എന്ന് വരെ പറയുന്നുമുണ്ട്. സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിന് പൃഥ്വിരാജ് നേതൃത്വം നൽകി. CAA പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തി. CAA പ്രതിഷേധത്തിൽ ജാമ്യ വിദ്യാർത്ഥികളെ പിന്തുണച്ചു. CAA പ്രതിഷേധത്തിലൂടെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അവർ പറയുകയാണ്. CAA പ്രതിഷേധത്തിന് പിന്തുണ നൽകിയതിലൂടെ ദേശീയ വിരുദ്ധതയാണ് തെളിയിക്കുന്നത് എന്നും ഓർഗനൈസർ കടുത്ത ഭാഷയിൽ പൃഥ്വിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. സിനിമയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ, എമ്പുരാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജ്റംഗ് ബലി എന്ന് നൽകിയിട്ടുണ്ട് എന്നും ലേഖനത്തിൽ അതൊരു കുറ്റമായി പറയുന്നുണ്ട്. നടൻ മോഹൻലാലിന്റെ ഖേദപ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള RSS മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസവും എമ്പുരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ്. പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ആവർത്തിക്കുകയാണ്. സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നു എന്നൊക്കെ ഓർഗനൈസർ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ എമ്പുരാൻ റീ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 മിനിറ്റ് ഭാഗം ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗുജറാത്ത് കലാപത്തിലെ ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. വില്ലന്റെ ബജ്റംഗ് എന്ന പേരിലും മാറ്റം വരുത്തുന്നതായിരിക്കും. റീ എഡിറ്റ് ചെയ്ത ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തും. പുതിയ പതിപ്പിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിട്ടുമുണ്ട്. കേന്ദ്ര സെൻസർ ബോർഡാണ് റീ എഡിറ്റിംഗ് നിർദ്ദേശം നൽകിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. എമ്പുരാൻ വിവാദത്തിൽ ഖേദപ്രകടനവുമായി നടൻ മോഹൻലാൽ ഇന്നലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി താൻ അറിഞ്ഞുവെന്നും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് തന്റെ കടമയാണ് എന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവാദമായ വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ തങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും പറയുന്നുണ്ടായിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ RSSന്റെ ഭീഷണി മൂലം ചെയ്തു പോകുന്നത് തന്നെയാണ് നമ്മുടെ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയായിരുന്നു മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.